താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഫെയർവെൽ ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫെയർവെൽ ഫംഗ്ഷനിൽ കുട്ടികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. മറ്റൊരു സ്കൂളിലെ കുട്ടികൾ കൂക്കി വിളിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സ്കൂളിലെയും കുട്ടികൾ തമ്മിൽ ഒരു കശപിശയ്ക്കും അടിപിടിക്കും കാരണമായി. ഈ അടികൂടിയ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അങ്ങനെ നമുക്ക് എങ്ങനെ അവരെ തിരിച്ചടിക്കാം എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ ട്യൂട്ടോറിയൽ പഠിക്കാത്ത ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ അടിപിടിയിലുണ്ടായിരുന്ന ഒരു കുട്ടി കൂട്ടുവിളിക്കുകയാണ്. എടാ, നമ്മുടെ സ്കൂളിനെ അധിക്ഷേപിച്ചു, നമ്മുടെ പ്രസ്റ്റീജിൻ്റെ വിഷയമാണ്, നമുക്ക് തിരിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നടയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. എതിർ ഗ്രൂപ്പിലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ചേർന്ന് നെഞ്ചക്ക് പോലുള്ള മാരകായുധം കൊണ്ട് തലയ്ക്ക് അടിച്ച് പൊട്ടിക്കുകയാണ്. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഷഹബാസ് മരണപ്പെടുകയാണ് ഉണ്ടായത്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമോ, നിയമം ഇവരെ വെറുതെ വിടുമോ എന്നാണ് എല്ലാവരുടെയും സംശയം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 അമെൻമെൻറ്റ് പ്രകാരം റേപ്പ്, കൊലപാതകം, റോബറി തുടങ്ങിയ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുതിർന്നവർ ഈ കുറ്റം ചെയ്താൽ എന്ത് ശിക്ഷ ലഭിക്കുമോ ആ ശിക്ഷ തന്നെയാണ് ഇവർക്ക് ലഭിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഒരു കമ്മിറ്റി കൂടി ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് എത്രത്തോളം ഈ കുറ്റകൃത്യം എത്ര ഹീനമായിട്ടാണ് ചെയ്തത്, അവർക്ക് അതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗൂഢാലോചനകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാരക ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചത്, സഡൻ പ്രൊവോക്കേഷനാണോ ചെയ്തതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം അത് അത്രയും ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് കമ്മിറ്റിക്ക് തോന്നുകയാണെങ്കിൽ ചിൽഡ്രൻസ് കോർട്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയും മുതിർന്ന ആൾക്കാർ ഈ കുറ്റം ചെയ്താൽ എന്തൊക്കെ വിചാരണ നേരിടുമോ അത്തരത്തിലുള്ള വിചാരണ തന്നെയായിരിക്കും ഈ കുറ്റവാളികൾക്കും ഉണ്ടാവുക. ഇവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം അവരുടെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. കാരണം അവരുടെ വാട്സപ്പ് ചാറ്റിലും ഇൻസ്റ്റാഗ്രാം ചാനലിലൊക്കെ അവനെ കൊല്ലണമെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് മാരകായുധം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അക്രമം നടക്കുമ്പോൾ നേതൃത്വം കൊടുത്ത ആ ചെറുക്കൻ്റെ തന്ത തൊട്ടടുത്ത് നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ പഠിപ്പിച്ച് വിട്ടാൽ അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഇത്രയും തെളിവുകൾ മാത്രം മതി, ഇവന്മാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് മറ്റൊരു ചതി കാണിച്ചു ഇവന്മാർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഒരു കുട്ടിയെ മൃഗീയമായി തലക്കടിച്ച് കൊന്ന ഇവന്മാർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണ്. അതായത് ഒരുത്തനെ തല്ലിക്കൊന്നാൽ പോലും പേടിക്കേണ്ടേ, നമുക്ക് നാളെ പരീക്ഷയ്ക്ക് എഴുതി സുഖമായിട്ട് ജയിച്ച് വരാം എന്ന് പറയുന്ന ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാറേ ഇത്.